ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോക്ബി മലയാളം. അപ്പോൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ ജനുവരി 2 മുതൽ 4 വരെ ഒലിവ് ബോർഡിൽ നടന്ന CGL മെയിൻസിൻ്റെ ലൈവ് മോക്ക് ടെസ്റ്റിൻ്റെ സൊല്യൂഷൻസ് ആണ്, മാത്സിൻ്റെ സൊല്യൂഷൻസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ, ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ടോപ്പിക്സുകളുടെ സൊല്യൂഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഹെൽപ്ഫുൾ ആണോ എന്നുള്ളതും എന്നെ അറിയിക്കുക. ബിക്കോസ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വളരെയധികം എനിക്ക് വാല്യുബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 30 ക്വസ്റ്റ്യനാണ്. ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നു. അങ്ങനെ ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒറ്റയടിക്ക് തന്നെ എല്ലാ 30 ക്വസ്റ്റ്യനും പോയി നോക്കാം. പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല. എളുപ്പമുള്ള ഒരു മോക്ക് ടെസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ലോപ്പ്, നമ്മുടെ ലൈൻ ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന്, സ്ട്രൈറ്റ് ലൈൻസിൻ്റെ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ലൈൻ y is equal to mx plus c passes through 2, 7 എന്ന് പറയുന്ന പോയിന്റ്. ഇഫ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഇസ് 3, then find the value of c. അപ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈനിനെ നമ്മൾ y is equal to mx plus c എന്ന് പറയുന്ന ഫോർമാറ്റിൽ എക്സ്പ്രസ് ചെയ്യുമ്പം y എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ y കോർഡിനേറ്റ് അല്ല. നോക്കിക്കത് ഇങ്ങനെ y എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ y കോർഡിനേറ്റ് x കോർഡിനേറ്റ് m എന്ന് പറയുമ്പോൾ അതിൻ്റെ ചെരിവ്. ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെരുവിനെയാണ് ഈ പറയുന്നത് m എന്ന് പറയുന്നത്. c എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ കോൺസ്റ്റൻറ്റ് ടേം ആണ്. അപ്പം ഇവിടെ നമുക്ക് എല്ലാം നേരിട്ട് തന്നിട്ടുണ്ട്. എക്സ് തന്നിട്ടുണ്ട്, y തന്നിട്ടുണ്ട്, സ്ലോപ്പ് m തന്നിട്ടുണ്ട്, c കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ y എന്ന് പറയുമ്പോൾ എത്രയാണ്, 7 is equal to m എന്ന് പറയുമ്പോൾ എത്രയാണ്, 3 ഇൻറ്റു x എത്രയാണ്, 2 പ്ലസ് c എന്തെന്ന് വരും, 1 എന്ന് വരും അല്ലേ. 7 - 6 1. ഓക്കെ ആണല്ലോ. അടുത്തത് ഒരു സിംപ്ലിഫിക്കേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് തെറ്റും. അപ്പം ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ബോർഡ് മാസം ആ ഒരു ഓർഡറിലാണ് നമ്മളെപ്പോഴും ചെയ്തു പോവുക അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്തു പോവാം. നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, അത് ഞാൻ അങ്ങനെ തന്നെ ഇടുന്നു. 125 ഉണ്ട്. അതിനുശേഷം നമ്മുടെ ഇങ്ങനത്തെ ബ്രാക്കറ്റ്, സെമി സർക്കിൾ പോലെ കിടക്കുന്ന ബ്രാക്കറ്റ് ഉണ്ട്. അതിൽ 156 മൈനസ് ഈ സാധനം നമുക്ക് ഒരുമിച്ച് ചെയ്യാം അല്ലേ. ഇത് ഇൻറ്റു ആണ്, ഡിവൈഡഡ് ബൈ 33 എന്ന് പറയുമ്പം 4 വെച്ച് ക്യാൻസലാവും. 4 × 72 എത്രയാണ്, 24 28 288. ഓക്കെ ആണല്ലോ. ഡിവിഷൻ 66 മൈനസ് ഇതിനെനിക്ക് ഒരുമിച്ച് ചെയ്യാമല്ലോ. 45/15 എത്രയാണ്, 3 പ്ലസ് 15 × 5 75 മൈനസ് 25. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യും, 125 ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ഞാൻ ചെയ്യുന്നു. ഇതിനെ ചെയ്യുമ്പോൾ എത്രയാണെന്ന് ഒരു നെഗറ്റീവ് വാല്യൂ വരുമായിരിക്കും അല്ലേ. എത്രയാണെന്ന് വരുന്നത്, ഒരു മൈനസ് 132 എന്ന് വരും. മൈനസ് 132 എന്ന് വരും ഇത് ചെയ്യുമ്പം. ഇനി ഇതിന് ഞാൻ 125 കൊണ്ട് ആഡ് ചെയ്യരുത്. എന്താ ചെയ്യേണ്ടത്, ഡിവിഷനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലേ. അപ്പോൾ അത് ആദ്യം നമ്മൾ ചെയ്യണം. ഡിവൈഡഡ് ബൈ 66 ചെയ്യുമ്പോൾ എത്രയെന്ന് വരും, 2 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനെ എനിക്ക് ഒരുമിച്ച് എഴുതാമല്ലോ. ഒരുമിച്ച് എഴുതുമ്പം എങ്ങനെയാണെന്ന് വരും, ആ ഒരു -2 എന്ന് മാത്രം വരും അല്ലേ. -2, പിന്നെ അപ്പുറത്തൊരു -3 കിടക്കുന്നുണ്ട്. പ്ലസ് 75 - 25 50 ഇനി നിങ്ങൾക്ക് ചെയ്യാം. 125 -5 പ്ലസ് 50. ഓക്കെ, 175 നിന്ന് 5 പോകുമ്പോൾ 170. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. അടുത്ത ദിവസം നോക്കാം നമുക്ക്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ നമ്മുടെ പ്രിൻസിപ്പൾ വന്നിട്ടുണ്ട് 15,000 രൂപയാണ്. 12% ഞാൻ എന്ത് ചെയ്യുന്നു, ഹാഫ് ഇയർലിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഹാഫ് ഇയർലിയിൽ നമ്മൾ ചെയ്യുമ്പം എപ്പോഴും നമ്മുടെ ടൈം ഡബിൾ ആവും. അതേസമയം നമ്മുടെ റേറ്റ് പെർസെൻറ്റേജ് എന്താവും, ഹാഫ് ആവും അല്ലേ. എപ്പോഴാണ് ഇത് നടക്കുന്നത്, ഹാഫ് ഇയർലിയിൽ. അപ്പോൾ 12% ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ 12% ഒരു വർഷത്തിൽ 6 മാസം കൂടുമ്പോൾ ഞാനത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 6% ആയിരിക്കും അല്ലേ. അപ്പം 12% കറക്റ്റ് ഹാഫ് ആവും, 6% ആയിരിക്കും. 6% എന്ന് പറയുമ്പം ഒരു വർഷത്തിൽ 2 തവണ ചെയ്യുന്നുണ്ടാവും. ഓരോ 6 മാസം കൂടുമ്പോഴും 2 തവണകളായിട്ട് ചെയ്യുന്നുണ്ടാവും, കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം 6 + 6 + 6 × 6/100 ഇതായിരിക്കും ടോട്ടൽ അവിടെ കയറുന്ന റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് 6 × 6 = 36/100 0.36, അതായത് 12.36 ആയിരിക്കും അവിടെ കയറുന്ന പലിശ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നേരിട്ടിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി, 15,000ൻ്റെ 12.36 കണ്ടുപിടിച്ചാൽ മതി. വേണമെങ്കിൽ ഡെസിമൽ മാറ്റാൻ ഒരു 100 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഡെസിമൽ പോയി, 0 0 ഇത് പോയി, ഇത് 2 തവണ, ഇത് 3 തവണ, 2 വെച്ച് ക്യാൻസൽ ചെയ്തോ എത്രയെന്ന് വരും, 618 എന്ന് വരും അല്ലേ. 618 × 3 എന്ന് പറയുമ്പോൾ 3 × 8 4. ഒരേ ഒരു ഓപ്ഷനിലെ യൂണിറ്റ് ഡിജിറ്റ് 4 ആയിട്ടുള്ളൂ. കഴിഞ്ഞു, നമ്മുടെ ആൻസർ കഴിഞ്ഞു. അടിപൊളിയല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മുടെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. അവർ ട്രിക്കി ആയിട്ട്
കുറച്ച് കാര്യങ്ങളിൽ തന്നിട്ടുണ്ട്. ഒന്നുമില്ല, അവിടെ അവർ പൈ ചാർട്ട് തന്നപ്പം ചില 2 വാല്യൂസ് ഡിഗ്രിയിൽ തന്നിട്ടുണ്ട്, കണ്ടോ? ബാക്കിയുള്ളതൊക്കെ പെർസെൻറ്റേജിൽ തന്നിരിക്കണേ. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളത് തെറ്റിക്കും. അപ്പോൾ ഈ പൈ ചാർട്ടിൽ ഒരാളുടെ മന്ത്ലി എക്സ്പെൻഡിച്ചർ, ഓരോ വാക്കും ശ്രദ്ധിച്ച് വായിക്കുക, മന്ത്ലി എക്സ്പെൻഡിച്ചറാണ് തന്നിരിക്കണേ. മന്ത്ലി സേവിങ്സ് എന്ന് പറയുന്നത് എന്താ? അയാളുടെ ടോട്ടൽ സാലറിയുടെ 25% ആണ് അയാളുടെ സേവിങ്സ്. അതായത് 100 അയാളുടെ ടോട്ടൽ സാലറി എന്ന് വിചാരിക്കുക. അതിൽ 75 അയാളുടെ എക്സ്പെൻഡിച്ചറാണ്, 25 അയാളുടെ സാലറി, അല്ലേ? 25%. ഇനി ഇതൊക്കെ എന്താ? ഇത് മന്ത്ലി ആണ്. ആൻഡ് ഇഫ് ഹി സ്പെൻഡ്സ് എ ടോട്ടൽ ഓഫ് 4,500 rupees ഓൺ ഷോപ്പിംഗ്. ഷോപ്പിങ്ങിന് അയാൾ എത്ര രൂപ ചിലവാക്കുന്നത്? ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഈ മഞ്ഞ കളർ 72 ഡിഗ്രി. 72 ഡിഗ്രിയുടെ വാല്യൂ ആണ് അയാൾ തന്നിരിക്കുന്നത്. എന്ത്? അത് 4,500 ഷോപ്പിങ്ങിന് ചിലവാക്കുന്ന രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ആനുവൽ സാലറിയാണ് ഈ ചോദിക്കണേ, തെറ്റരുത്, ആനുവൽ സാലറിയാണ് ചോദിക്കണേ. അപ്പോൾ നോക്കിക്കേ, 72 ഡിഗ്രി, ഇത് ടോട്ടൽ 360 ഡിഗ്രി ആയിരിക്കുമല്ലോ. ഈ ഡയഗ്രം എന്തിൻ്റെ ഡയഗ്രമാണ്? എക്സ്പെൻഡിച്ചറിൻ്റെ ഡയഗ്രമാണ്. ടോട്ടൽ 360 ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എനിക്ക് കണ്ടുപിടിക്കാം, അല്ലേ? അപ്പം 1 ഡിഗ്രി എന്താ? 4,500/72. അങ്ങനെയാണെങ്കിൽ 360 ഡിഗ്രി എന്തായിരിക്കും? 4,500 ഡിവൈഡഡ് ബൈ 72 ആണ് 1 ഡിഗ്രി ഇൻറ്റു 360 ചെയ്ത് നമുക്ക് ആൻസർ കിട്ടി. ഇത് ക്യാൻസലാവും 5 തവണ, അല്ലേ? അതായത് 45 × 5 എത്ര? 225, 2 0. 22,500 എന്ത്? അതിൻ്റെ അയാളുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. നമുക്ക് വേണ്ടത് ടോട്ടൽ ഇൻകം വേണം, അല്ലേ? അപ്പോൾ നോക്കിക്കേ, എക്സ്പെൻഡിച്ചർ ഞാൻ ഈ റേഷ്യോ എത്ര എഴുതി വെച്ചിരിക്കുന്നത് നോക്കുക, 75:25 ആണ്. അതായത് എക്സ്പെൻഡിച്ചർ 75 യൂണിറ്റ് ആണെങ്കിൽ 100 യൂണിറ്റ് ആണ് അയാളുടെ ഇൻകം. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് എന്താ? ഇത് 75 യൂണിറ്റിൻ്റെ വാല്യൂ ആണ്, അല്ലേ? അതായത് 75 യൂണിറ്റ് ആണ് അയാളുടെ എക്സ്പെൻഡിച്ചർ, അതിൻ്റെ വാല്യൂ ആണ് 225,00. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഇൻകം 100 യൂണിറ്റ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇതേ ഡിവൈഡഡ് ബൈ 75 ഇൻറ്റു 100 ചെയ്താൽ മതി. അതായത് ഇൻറ്റു 4/3 ചെയ്താൽ മതി. 4/3 ചെയ്യുമ്പം എത്രയെന്ന് വരും? 75 ഇൻറ്റു 4 എന്ന് വരും, അല്ലേ? ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം എത്രയെന്ന് വരും? 3, 7, 21, 500 ഇൻറ്റു 4 എന്ന് വരും. ഇതായിരിക്കും അയാളുടെ ടോട്ടൽ ഇൻകം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇതിപ്പോൾ മന്ത്ലി ഇൻകം ആണ്, അല്ലേ? ഈ തന്നിരിക്കുന്നത് മന്ത്ലി എക്സ്പെൻഡിച്ചറാ. കണ്ടുപിടിച്ചതൊക്കെ എന്താ? മന്ത്ലി ഇൻകമാ. എനിക്ക് വേണ്ടത് ആനുവൽ സാലറിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ 12 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം, ഇൻറ്റു 12. 7,500 ഇൻറ്റു 4 ചെയ്യുമ്പോൾ മന്ത്ലി സാലറി കിട്ടും, ഇൻറ്റു 12 ചെയ്യുമ്പോൾ ആനുവൽ സാലറി കിട്ടും. അപ്പോൾ അത് എത്ര വരുന്ന ആൻസർ? 3.6 lakh. 48 ഇൻറ്റു 75 100 ചെയ്താൽ മതി, ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിക്കേ, നമ്മുടെ ട്രപ്പീസിയം. ഒരു ട്രപ്പീസിയം തന്നിട്ടുണ്ട്, ഒരു ക്വാഡ്രിലാറ്റർ തന്നിട്ടുണ്ട്, PQRS. അതിൽ 2 ആംഗിളിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്. PRSഉം ഏതൊക്കെ ആംഗിളാണ് നോക്കടാ? PRSഉം QSRഉം. PRS എന്ന് പറയുമ്പോൾ ഈ ആംഗിളാണ്, QSR എന്ന് പറയുമ്പോൾ ഈ ആംഗിളാണ്. ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് 4 കോണും കൂടി കൂട്ടി എനിക്ക് എന്തായാലും 360 കിട്ടും. അതിൽ ആർക്കും ഡൗട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 232 ആണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്രയായിരിക്കും? ടോട്ടൽ 360 ആണല്ലേ. അപ്പോൾ 360ൽ നിന്ന് 232 കുറച്ചാൽ മതി. എത്രയാണെന്ന് വരും? 8. 5 ൽ 3 പോയ 2, 3 ൽ 2 പോയ 1, 128. അപ്പോൾ ഈ 2 ആംഗിളും കൂടി ടോട്ടൽ കൂട്ടിയ 128. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ബൈസെക്ടറുകൾ. ഈ 2 ആംഗിളിൻ്റെയും ബൈസെക്ടർ, പിയുടെയും ക്യൂവിൻ്റെയും ബൈസെക്ടറുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് T. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ആംഗിളിനെ കറക്റ്റ് പകുതിയാക്കി മുറിച്ചു. അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് 128. അങ്ങനെയാണെങ്കിൽ ഈ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ എന്താ? അതിൻ്റെ ഉദ്ദേശം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? ഈ ആംഗിളും ആ ആംഗിളും തുല്യം. അതായത് ഈ ആംഗിള്, അതായത് ഈ കിടക്കുന്ന ആംഗിൾ തന്നെയായിരിക്കും ഈ കിടക്കുന്ന ആംഗിൾ, ഈ കിടക്കുന്ന ആംഗിൾ തന്നെയായിരിക്കും ഈ കിടക്കുന്ന ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാംഗിളിൻ്റെ അകത്ത് കിടക്കുന്ന ഈ 2 ആംഗിളിൻ്റെയും സംബന്ധമായിരിക്കും. അത് മൊത്തം കൂട്ടിയാൽ 128 ആണെങ്കിൽ 128ൻ്റെ പകുതി ആയിരിക്കും, അല്ലേ? 64 ഡിഗ്രി ആയിരിക്കും. എന്ത്? കാരണം ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റ, അത് എക്സ് ആണെങ്കിൽ ഇത് എക്സ്, അല്ലേ? അപ്പോൾ അതിൻ്റെ പകുതി ആയിരിക്കും. അപ്പോൾ ഈ 2 ആംഗിളും കൂടി കൂട്ടി എനിക്ക് 64 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ PQT എന്ന് പറയുന്ന ട്രയാംഗിളിൽ അതിനുള്ളിൽ കിടക്കുന്ന ഈ 2 ആംഗിളിൻ്റെയും സമ്മ 64 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ട്രയാംഗിളിൻ്റെ ടോട്ടൽ ആംഗിൾ 180 ആണ്, മറ്റേ 2 ആംഗിളിൻ്റെ സമ്മ് 64 ആണ്. മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് എത്രയെന്ന് കിട്ടും? 116. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. 116 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക, വായിച്ച് നോക്കിക്കുക എല്ലാവരും. എന്താ പറയണേ? ദ റേഷ്യോ ഇൻ ദി ലെങ്ത് ഓഫ് ദി 2 ക്യൂബോയിഡ്സ് A:B. അതായത് 2 ക്യൂബോയിഡ് ഉണ്ട്, എയും ബിയും. അതിൻ്റെ ലെങ്ത്തിൻ്റെ റേഷ്യോ 5:6 എന്ന് തന്നിട്ടുണ്ട്. വിഡ്ത്തിൻ്റെ റേഷ്യോ 2:1 തന്നിട്ടുണ്ട്. വോളിയത്തിൻ്റെ റേഷ്യോയും തന്നിട്ടുണ്ട്. വോളിയത്തിൻ്റെ റേഷ്യോ ലെങ്ത്തിൻ്റെ A:B, വിഡ്ത്തിൻ്റെ A:B, വോളിയത്തിൻ്റെയോ B:A ആണ്. തെറ്റരുത്, B:A ആണ്. അത് 11:15 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്, മറ്റേ ആളുടെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ക്യൂബോയിഡിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? LBH ആണ്, അല്ലേ? അപ്പോൾ ഞാൻ
എയുടെ വോളിയം ഡിവൈഡഡ് ബൈ ബിയുടെ വോളിയമാണ് എഴുതാൻ പോകുന്നത്. എയുടെ വോളിയം ഡിവൈഡഡ് ബൈ ബിയുടെ വോളിയം. അപ്പോൾ നോക്കിക്കേ, എ എന്ന് പറയുന്നതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? അത് 5 യൂണിറ്റ്. ബിയുടെ എത്രയാ? 5/6. അടുത്തത് അവരുടെ വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത്, അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ റേഷ്യോ എന്താ? 2:1. അതായത് ഇതിൻ്റെ 2 ആണെങ്കിൽ ഇതിൻ്റെ 1. ഇനി ഹൈറ്റ്, എയുടെ ഹൈറ്റ് എത്രയാണെന്ന് തന്നിരിക്കണം എനിക്ക്? 27 അല്ലേ? ബിയുടെ ഹൈറ്റ് എനിക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഇസ് ഈക്വൽ ടു വോളിയത്തിൻ്റെ, ഇതിപ്പോൾ LBH അല്ലേ, വോളിയത്തിൻ്റെ റേഷ്യോ. വോളിയം ഇവിടെ തന്നിട്ടുണ്ട് B/A 11:15 ആണെങ്കിൽ A/B 15:11 ആയിരിക്കും. ഇനി ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയുക. 15 3 തവണ പോയി, 3 9 തവണ പോയി, ഇത് 3 തവണ പോവും, ഇത് 2 തവണ പോവും, 2 ക്യാൻസൽ. അപ്പോൾ H ഇസ് ഈക്വൽ ടു എന്താ? ഇനി എന്താ ബാക്കിയുള്ളൂ? ഒരു 11 3, അതായത് 33. സി കണ്ടോ എന്ത് സിമ്പിളാണ് നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചു നോക്കുക. എക്സ് alone can complete a piece of work in 16 days, while y alone can complete the same work in 24 days. The work on alternative days starting with y. In how many days will 50% of the work will be completed? അപ്പോൾ ഇത്രയേ ഉള്ളൂ. എക്സിനും ഒരു ജോലി ചെയ്യാൻ 16 ദിവസം വേണം, വൈക്ക് അതേ ജോലി ചെയ്യാൻ 24 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എന്തായിരിക്കും? ഇവരുടെ LCM ആണ് 48 ആയിരിക്കും. 2 ആയിരിക്കും വൈയുടെ എഫിഷ്യൻസി, എക്സിൻ്റെ എഫിഷ്യൻസി 3 ആയിരിക്കും. അടുത്ത് നോക്കിക്കേ, ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അതായത് ഒരാൾ ഒരു ദിവസം ചെയ്യും, മറ്റേ ആൾ അടുത്ത ദിവസം ചെയ്യും. മനസ്സിലായോ? രണ്ടുപേരും ഒരുമിച്ച് ഒരിക്കലും ചെയ്യുന്നില്ല. അപ്പോൾ ആരാ സ്റ്റാർട്ട് ചെയ്യുന്നത്? വൈ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ എക്സ് ചെയ്യും. വൈ ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയാ? വൈയുടെ എഫിഷ്യൻസി 2 യൂണിറ്റ്. എക്സ് ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയാ? 3 യൂണിറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ 2 ദിവസം കൊണ്ട് എത്ര കംപ്ലീറ്റ് ആക്കും? 3ഉം 2ഉം 5 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആക്കും. നമുക്ക് 50% വർക്ക് മാത്രം ചെയ്താൽ മതി. ടോട്ടൽ വർക്ക് 48 ആണ്. 48ൻ്റെ 50% എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി 24 യൂണിറ്റ് കംപ്ലീറ്റ് ആക്കിയാൽ മതി. അപ്പോൾ 5 യൂണിറ്റ് വർക്ക് ചെയ്യാൻ അവർക്ക് 2 ദിവസം വേണം. അപ്പോൾ 5 24, 24 തൊട്ട് മുമ്പുള്ള 5ൻ്റെ മൾട്ടിപ്പിൾ എന്താ? 20 ആണ്. 20 കിട്ടണമെങ്കിൽ 5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 2 × 4 8 ദിവസം കൊണ്ട് എനിക്ക് എത്ര കംപ്ലീറ്റ് ആക്കാം? 20 യൂണിറ്റ് ജോലി കംപ്ലീറ്റ് ആക്കാം. എനിക്ക് 24 ജോലി കംപ്ലീറ്റ് ആക്കാനുണ്ട് അല്ല, അപ്പോൾ 20 കംപ്ലീറ്റ് ആയി. ഇനി 9ാമത്തെ ദിവസം ആരായിരിക്കും വരുന്നത്? വൈ ആയിരിക്കും വരുന്നത്. വൈ വന്നിട്ട് 2 യൂണിറ്റ് ചെയ്യും. അപ്പോൾ 20ഉം 2ഉം 22. 9 ദിവസം കൊണ്ട് 22 കംപ്ലീറ്റ് ആയി. 20 2 22. 10ാമത്തെ ദിവസം ആരാ വരുന്നത്? എക്സ് ആണ് വരാൻ പോണത്. എക്സ് 3 യൂണിറ്റ് കംപ്ലീറ്റ് ആക്കും. അപ്പോൾ 22 3 25 എന്നാവും. എനിക്ക് 25 വേണ്ട, 24 മതി അല്ലേ? അപ്പോൾ 9 ദിവസം കംപ്ലീറ്റ് ആക്കണം. 10ാമത്തെ ദിവസം വരുന്ന എക്സിൻ്റെ ടോട്ടൽ എഫിഷ്യൻസി 3 ആണ്. ആ 3ൽ 3ഉം അയാൾ വർക്ക് ചെയ്യേണ്ട, 3ൽ 2 ചെയ്താൽ മതി അല്ലേ? അപ്പോഴല്ലേ 22 2 24 എന്ന് കിട്ടുള്ളൂ. 2 ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. 3 × 9 27 2 29/3. കണ്ടോ എന്ത് സിമ്പിളാന്ന് നോക്കിക്കേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ. അടുത്ത് നോക്കിക്കേ, 8ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ മിക്സ്ഡ് ആൻഡ് അലിഗേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നേരിട്ടിട്ട് അവരുടെ മിക്സ്ചറിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടില്ല. നമ്മൾ എപ്പോഴും അലിഗേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം? ഒരേപോലുള്ള ക്വാണ്ടിറ്റീസിനെ നമുക്ക് അലിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തന്നിട്ടില്ലെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഹിൻഡ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഹിൻഡ് എന്ന് പറയുന്നത് 2 തരത്തിലുള്ള പരിപ്പുണ്ട്. മൂങ് ദാലുണ്ട്, മസൂർ ദാലുണ്ട്. മൂങ് ദാലിൻ്റെ വില എന്ന് പറയുന്നത് 41 രൂപയാണ് per kg. മസൂർ ദാലിൻ്റെ 52 kg ആണ്. രണ്ടിനെയും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് വിൽക്കുന്നത് 25% പ്രോഫിറ്റിലാണ്. ആ സെല്ലിംഗ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും CP ആണ്, ഈ തന്നിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസും ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ആദ്യം ആ മിക്സ്ചറിൻ്റെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. അപ്പോൾ 25% എന്ന് പറയുമ്പോൾ 1/4 ആണ് അതിൻ്റെ ഫ്രാക്ഷൻ. 4 ആണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ ഈ കിടക്കുന്നതാണ് എൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാ? 4 1 5 യൂണിറ്റ്. 5 യൂണിറ്റിൽ വിൽക്കുന്ന ആ ഒരു വിലയാണ് എന്ത്? 56.25. അങ്ങനെയാണെങ്കിൽ എൻ്റെ കോസ്റ്റ് പ്രൈസ് 4 യൂണിറ്റ് ആണല്ലേ? അപ്പോൾ 4 യൂണിറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? 56.25 ഡിവൈഡഡ് ബൈ 5 ആണ് 1 യൂണിറ്റ്, ഇൻറ്റു 4 ചെയ്താൽ എനിക്ക് കിട്ടി. അപ്പോൾ ഡെസിമൽ മാറ്റാൻ വേണ്ടി താഴത്ത് വേണമെങ്കിൽ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കുഴപ്പമൊന്നുമില്ല. 4 25 പോവും, 5 എത്രയിൽ പോവും? 1 1 ഒരു തവണ 12 2 5 അല്ലേ? 25 ക്യാൻസൽ ചെയ്തോ? ഇനി 25 4 തവണ പോവും, ബാക്കി 125 ഉണ്ട്, അത് 5 തവണ പോവും. അപ്പോൾ കോസ്റ്റ് പ്രൈസ് കിട്ടി മിക്സ്ചറിൻ്റെ അല്ലേ? ഇത് നമുക്ക് എന്ത് ചെയ്യാം? അവരെ അലിഗേറ്റ് ചെയ്യാം. അപ്പോൾ ഒരാൾ 41 per kg കോസ്റ്റ് പ്രൈസ്, മറ്റേ ആളുടെ 52 കോസ്റ്റ് പ്രൈസ്. മിക്സ്ചറിൻ്റെ കോസ്റ്റ് പ്രൈസ് 45 മൈനസ് ചെയ്യുക. 45 41 പോയാൽ 4, 52 45 പോയാൽ 7. 7:4 നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി. സി അല്ല, ഞാൻ സിയിലേക്ക് മാർക്ക് ചെയ്ത് ബി. 7:4 ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ.
ഒരു കമ്പനിയിൽ എ കമ്പനി മാനുഫാക്ചർഡ് 2 types of headphones, wired and wireless. Total number of headphones manufactured by the company in May is 2800, out of which 35% are wired and rest are wireless. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല. 9ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഇവിടെ എന്താണെന്നിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ്ഫോൺസ് മാനുഫാക്ചർ ചെയ്ത കമ്പനി ഉണ്ടായിരുന്നു ഔട്ട് ഓഫ് 35%. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ലാസ്റ്റിലേക്ക് വരാം, അത് കംപ്ലീറ്റ് അല്ല കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് ഫൈൻഡ് ദി മീഡിയൻ ഓഫ് ദി ഫോളോയിങ് ഡാറ്റ. മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് നോക്കുക, അതിൻ്റെ മിഡിൽ വരുന്ന പോയിന്റ്, നടുക്കിൽ വരുന്നതാണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3, 4, 5, 6, 7, 8 എണ്ണം ഉണ്ട്. അപ്പോൾ ഈവൺ നമ്പറാണ്. അപ്പോൾ എന്തായിരിക്കും അത് നോക്കാം നമുക്ക്. ആദ്യം ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഏറ്റവും ചെറുത് 9 ആണ്. 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ 10, 12, 16, 17, 21, 23, 25. ഓക്കെ ആണല്ലോ. ഇനി 3, 3 ദേ ഈ 2 നമ്പേഴ്സ്, ഇതല്ലേ നടുക്കിൽ വരുന്ന 2 നമ്പർ എന്ന് പറയുന്നത് അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കുക? 8 നമ്പർ ഉണ്ട്. അപ്പോൾ 8/2 4th ടേം എടുക്കുക നമ്മൾ. പിന്നെ 4th കൂടെ ഒന്നും കൂടി കൂട്ടുക, 5th ടേം. അപ്പോൾ 4ാമത്തെയും 5ാമത്തെയും ടേമാണ് ഈ കിടക്കുന്നത്. അതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് എടുത്താൽ മതി. 16 + 17/2 എന്തെന്ന് വരും? 16.5. ഓപ്ഷൻ എ. അടുത്തത് 11. ഓൺ എ സർട്ടൻ ഐറ്റം ദ പ്രോഫിറ്റ് ഈസ് 150%. ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഇൻക്രീസസ് ബൈ 25%, then what will be the new profit margin in percentage? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നോക്കുക, ഒരു സാധനത്തിൻ്റെ പ്രോഫിറ്റ്, ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ഞാൻ 100 ആക്കി എടുത്തു എന്ന് വിചാരിക്കും. അതിൻ്റെ പ്രോഫിറ്റ് 150% എന്നുണ്ടെങ്കിൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 100ൽ 150 പ്രോഫിറ്റാണ്. അപ്പോൾ 100 + 150 250 ഞാൻ വിൽക്കുന്നുണ്ടാവുക അല്ലേ? അത് ഞാൻ എഴുതി വെച്ചു. ഇനി എന്തായത്? കോസ്റ്റ് പ്രൈസ് 25% ഞാൻ കൂട്ടി. അപ്പം 100 ആണെങ്കിൽ 100ൽ 25 കൂട്ടി എന്ന് പറയുമ്പം 125 ആയിട്ടുണ്ടാവും കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിന് അപ്പോഴും മാറ്റമൊന്നുമില്ല, 250 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ പ്രോഫിറ്റ് എത്രയാണ് നോക്കിക്കേ? 125 എൻ്റെ പ്രോഫിറ്റ് അല്ലേ? അപ്പോൾ 125 പ്രോഫിറ്റ്, 125 എൻ്റെ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. എത്ര അത്? 100%. സി 100%. അടുത്ത ദിവസം നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. ആ ഫ്രാക്ഷൻ നാച്ചുറൽ നമ്പർ ആണോ, ഇറാഷണൽ ആണോ, ഡെസിമൽ ആണോ, നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ചാടിക്കയറി ആൻസർ ചെയ്യുന്നതിന് മുമ്പ് എന്തിൻ്റെയും മൾട്ടിപ്പിൾസ് അവിടെ കിടക്കുന്നുണ്ടോ, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് 63ൻ്റെ ഇരട്ടി 63 × 4 കാണുന്നുണ്ട്. 4 അല്ലല്ലോ, നോക്കാം നമുക്ക്. അപ്പോൾ 112, 28, 7, 7ൻ്റെ ക്യൂബാണ് ഈ കിടക്കുന്നത്. 63 നേരിട്ടിട്ട് വരുന്നില്ലെങ്കിലും വരുന്നുണ്ട്. എങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതെങ്ങനെ ചെയ്യും നോക്കിക്കേ? 6 × √112. 112നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 63 × 4 എത്ര? 3, 4, 12, 6, 4, 24, 25. അത് എടുക്കാൻ പറ്റില്ല അല്ലേ? അപ്പം 6 × 6 √112നെ 4 വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോവാം. 4 × 30 എത്രയെന്ന് വരും? 4 × 24 8 അല്ലേ? മൈനസ് ഇത് 7ൻ്റെ ക്യൂബാണല്ലോ. അപ്പോൾ 7 √7 എന്ന് എനിക്ക് എഴുതാം. താഴത്ത് എന്തെന്ന് വരും? √63 ആണ്. അതിന് 9 × 7 എന്ന് എഴുതാം. അല്ല, √63നെ നോക്കുക, √63നെ എനിക്ക് 9 × 7 എന്ന് എഴുതാം. അതായത് 3√7. അപ്പോൾ 3√7 എന്ന് എഴുതാം. മൈനസ് √28നെ എനിക്ക് 7 × 4 എന്ന് എഴുതിക്കൂടെ? 4ന് പുറത്തേക്ക് എടുത്ത 2 ആയി. അപ്പോൾ 2√7 എന്നായി. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി ഇതിനെ അതുപോലെ എനിക്ക് സിംപ്ലിഫൈ ചെയ്യണം. 6 × 4ന് ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ അവിടെ എനിക്ക് വേറെ ഒരു സാധനം കൂടി എഴുതാൻ പറ്റും. 28ന് എനിക്ക് അഗെയിൻ എന്തെന്ന് എഴുതാം? നമ്മൾ താഴത്തെ എഴുതിയ പോലെ നമുക്ക് എന്തെഴുതാം? 2√7 എന്ന് എഴുതാം അല്ലേ? പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ 2 × ഈ 4ന് പുറത്തേക്ക് എടുക്കുമ്പോൾ അഗെയിൻ ഒരു 2, പിന്നെ ഒരു √7 മൈനസ് 7√7. താഴത്ത് 3√7ന് 2√7 പോയ എന്താ? പോയി, അത് ക്യാൻസലായി അല്ലേ? അപ്പോൾ √7 എന്ന് വരും. √7. അപ്പം 12 × 2 24. 24 √7 മൈനസ് 7√7 ബൈ √7. 24ന് 7 പോയി കഴിഞ്ഞാൽ എത്രയാ? 4, 3, 10. അപ്പുറത്ത് എഴുതാം
17√7 ഡിവൈഡഡ് ബൈ √7. അപ്പോൾ √7 ക്യാൻസൽ ആകുമ്പോൾ ഒരു നമ്പറാണ് കിട്ടുന്നത്, ഒരു നാച്ചുറൽ നമ്പറാണ് എനിക്ക് കിട്ടുന്നത് അല്ലേ. ആ ഒരു സംഭവമൊക്കെ ക്യാൻസലായി, റൂട്ടിനകത്തുള്ള സംഭവങ്ങളൊക്കെ ക്യാൻസലായി പോയി എനിക്ക്. അപ്പോൾ എന്താ ആൻസർ? ഓപ്ഷൻ എ, നാച്ചുറൽ നമ്പർ എന്നാണ് ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട്, റേഷ്യോ തന്നിട്ടുണ്ട്, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. 7140/x വിച്ച് ഇസ് ഈക്വൽ ടു 8670/17. 0 ക്യാൻസൽ. 17 എത്രയാണ് പോവും? 51 എന്ന് വരും. 51. അപ്പോൾ എക്സ് എന്തായാലും എന്തായിരിക്കും? 51 × 714. ഇത് ചെയ്യണ്ട, 1 യൂണിറ്റ് ഡിജിറ്റ് നോക്ക്, 1 4 അപ്പോൾ ആൻസർ എന്തായാലും 4 ആയിരിക്കണം അല്ലേ. ഒന്നുകിൽ 51 × 4 ആയിരിക്കണം, അല്ലെങ്കിൽ 51 × 14 ആയിരിക്കണം അല്ലേ. 4. അടുത്തേക്ക് പോകാം നമുക്ക്. 14. ചൂസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകറക്റ്റ്, തെറ്റായിട്ടുള്ളത് കണ്ടുപിടിക്കണം. LCM HCF തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് ഒരു നമ്പേഴ്സ് പറയുവാണെങ്കിൽ 16 എടുത്തു, 80 എടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ ഇവരുടെ LCM എന്താ? LCM ഇവരുടെ 80 തന്നെയായിരിക്കും. 16. രണ്ട് കോമൺ ആയിട്ടുള്ള ഏറ്റവും വലിയ മൾട്ടിപ്പിൾ എന്താ? 80 തന്നെയാണ്. HCF എന്താ? കോമൺ ഫാക്ടർ എന്താ ഇവരുടെ? അത് 16 സംഭവം ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ രണ്ടും ഈക്വലായിട്ട് വന്നു, പക്ഷെ സാരമില്ല. പക്ഷേ സംഭവം ഇത്രയേ ഉള്ളൂ, എപ്പോഴും നമ്മുടെ LCM എന്ന് പറയുന്നത് HCFൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. HCF ഇൻറ്റു ഒരു നമ്പർ ആയിരിക്കും എപ്പോഴും നമ്മുടെ LCM എന്ന് പറയുന്നത്. അതായത് എപ്പോഴും ഇതിൻ്റെ ഈ LCMനെ HCF കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്കൊരു കറക്റ്റ് ആൻസർ കിട്ടണം എപ്പോഴും. അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെ നോക്ക്, LCM 160, HCF 15. 160/15 ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റ് ആൻസർ കിട്ടില്ല അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. ഇത് ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിൻ്റെ LCM HCF 160ഉം 15ഉം ആവില്ല ഒരിക്കലും. ഇനി അടുത്ത ഓപ്ഷൻ നോക്ക്, 240ഉം 12ഉം. LCM 240 HCF 12. ഇവിടെ എനിക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അടുത്തത് നോക്ക്, 180ഉം 10ഉം. 180 LCM HCF 10, 18 കറക്റ്റ് ആൻസർ കിട്ടും. 210 LCM 7, HCF 30 കറക്റ്റ് ആൻസർ കിട്ടും. കണ്ടോ, എപ്പോഴും അത് അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. LCM എപ്പോഴും HCFൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ HCF എപ്പോഴും LCMൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ തെറ്റാണ് നമ്മളോട് ചോദിച്ചത് ഓപ്ഷൻ എ. അടുത്ത് നോക്കുക, x² + 1/x² വന്നിട്ടുണ്ട് 83. x³ - 1/x³ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ x² + 1/x² തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? x + 1/x കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നോക്കിക്കോ, ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. x + 1/xൻ്റെ വാല്യൂ n ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ x² + 1/x² എന്തായിരിക്കും? സ്ക്വയർ ചെയ്യുക, -2 ചെയ്യുക ആണല്ലോ. അപ്പോൾ ഈ സ്ക്വയർ ചെയ്ത് -2 ചെയ്തതിൻ്റെ വാല്യൂ അല്ലേ ഈ 83 എന്ന് തന്നിരിക്കുന്നത്? അതെ. അങ്ങനെയാണെങ്കിൽ n² വാല്യൂ 85 ആയിരിക്കും, എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും? √85 ആയിരിക്കും. n എന്ന് പറഞ്ഞാൽ എന്താ? x + 1/x. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഇപ്പോൾ x + 1/xൻ്റെ വാല്യൂ √85 എന്ന് കിട്ടി. ഇനി x + 1/x നിന്ന് നേരിട്ട് x³ മൈനസിലേക്ക് പോകാനുള്ള വഴിയില്ല. അപ്പോൾ എനിക്ക് x - 1/x വേണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? x - 1/x. x - 1/x കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യുക? x + 1/xൻ്റെ സ്ക്വയർ എടുക്കുക. √85ൻ്റെ സ്ക്വയർ 85. അടുത്തത് നമ്മൾ മൈനസ് ആണ് കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ട് മൈനസ് ഇട്ട് കൊടുക്കുക, 4 ഇട്ട് കൊടുക്കുക. 4 ഒരു കോൺസ്റ്റൻറ്റ് ടേം ആണ്, 4 ഇട്ട് കൊടുക്കുക. അതിപ്പോൾ ഇങ്ങനെയാണ് തന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. അതായത് x - 1/xൻ്റെ വാല്യൂ നിങ്ങൾക്ക്, ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്, 10 എന്ന് എടുത്തോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് x + 1/x കണ്ടുപിടിക്കണം വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ റൂട്ടിനകത്ത് ഈ x - 1/xൻ്റെ സ്ക്വയർ എടുക്കുക, 100. നമ്മൾ പ്ലസ് ആണ് കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ട് +4 ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നേരെ തിരിച്ച് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നുള്ളത് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയെന്ന് വരും? √81 എന്ന് വരും, അതായത് 9 എന്ന് കിട്ടി. അപ്പോൾ x - 1/x 9 ആണെന്ന് കിട്ടി. x³ - 1/x³ അപ്പോൾ എന്തായിരിക്കും നോക്കിക്കേ. x - 1/xൻ്റെ വാല്യൂ n ആണെങ്കിൽ n³ + 3n ആയിരിക്കും അല്ലേ. അപ്പം ഇത് ചെയ്യുമ്പോൾ എന്തെന്ന് വരും? 9ൻ്റെ ക്യൂബ് + 3 × 9, അതായത് 729 + 27 എന്ന് പറയുമ്പം എത്രയെന്ന് വരും? 756. 756. കണ്ടോ, സിമ്പിളല്ലേ? ഓക്കെ, അടുത്ത ദിവസം നോക്കാം നമുക്ക്. 16ാമത്തെ ദിവസം നോക്കിക്കേ. ദ ആവറേജ് ഓഫ് 11 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഇസ് 21. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് നമ്പർ എന്ത്? അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 11 ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എന്താ? എപ്പോഴും മിഡിൽ കിടക്കുന്ന പോയിന്റ്, മിഡിൽ കിടക്കുന്ന നമ്പർ. അപ്പോൾ
11 നമ്പറാണ്. അപ്പോൾ ഇവിടെ ഒരു 5 നമ്പർ ഉണ്ടാവും, അപ്പുറത്തും ഒരു 5 നമ്പർ ഉണ്ടാവും. നടുക്ക് കിടക്കുന്ന നമ്പറാണ് 21. ലാർജസ്റ്റ് നമ്പറാണ് ചോദിക്കുന്നത്. ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുമ്പം ഈ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന നമ്പർ അല്ലേ? ഏറ്റവും അറ്റത്ത് കിടക്കുന്ന നമ്പർ എന്തായിരിക്കും? 21 കഴിഞ്ഞിട്ട് 5 കഴിഞ്ഞിട്ട് കിടക്കുന്ന നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പർ ആണല്ലോ. അപ്പോൾ 2 2 കൂട്ടി പോയാലേ നമുക്ക് ഓഡ് നമ്പർ കിട്ടുക അല്ലേ? 1 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓഡ് നമ്പർ എന്താ? 3 ആണ്. 2 കൂട്ടണം. അപ്പോൾ 21ൻ്റെ കൂടെ എത്ര കൂട്ടിയാലായിരിക്കും ഈ അറ്റത്ത് കിടക്കുന്ന നമ്പർ? 5 നമ്പർ ഉണ്ട്, അതിൻ്റെ കൂടെ 2 കൂട്ടണം അല്ലേ? അതായത് 31. ഓക്കെ ആണല്ലോ. 21 കഴിഞ്ഞിട്ട് 5ാമത്തെ നമ്പർ നോക്കിയാൽ, 5ാമത്തെ ഓഡ് നമ്പർ നോക്കിയാൽ മതി. 23, 25, 27, 29, 31. അങ്ങനെ കൈ കൊണ്ട് വേണം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നിഷു എന്ത് ചെയ്തു? വീട്ടിലേക്ക് ഫുഡ് ഓർഡർ ചെയ്തു. 3 റെസ്റ്റോറൻ്റ് ഉണ്ട്, എയും ബിയും സിയും. അവരുടെ കയ്യിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ ഈ പുള്ളിക്കാരിക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് വേണം. അപ്പോൾ ഓരോ റെസ്റ്റോറൻറ്റും കറക്റ്റ് സമയത്ത് ഫുഡ് തരാനുള്ള പ്രോബബിലിറ്റിയാണ് പറയുന്നത്. എ കറക്റ്റ് സമയത്ത് ഫുഡ് തരാനുള്ള പ്രോബബിലിറ്റിയാണ് ഞാൻ പറയുന്നത്. എ ബി സി. എ 0.6 പ്രോബബിലിറ്റി, ബിയുടെ 0.7 ആണ്, സിയുടെ 0.9 ആണ്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് സമയത്തിൽ ഫുഡ് ഡെലിവറി ആവണം. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഫുഡ് ഡെലിവറി ചെയ്യാനുള്ള പ്രോബബിലിറ്റി ചോദിക്കണം. അപ്പോൾ നോക്കിക്കേ, നമുക്കിത് നേരിട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? ആൻഡ് ദാറ്റ് ഓഫ് ദി റെസ്റ്റോറൻറ്റ് സി ഈസ് 0.9. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഫുഡ് ഈസ് ഡെലിവേർഡ് ഓൺ ടൈം? നമുക്ക് എന്താ വേണ്ടത്? ഫുഡ് ഡെലിവറി ആവണം കറക്റ്റ് സമയത്ത്. അതിപ്പോൾ എയോ ബിയോ സിയോ ആരോ ചെയ്തോട്ടെ, ഫുഡ് ഡെലിവറി ആവണം. അപ്പോൾ ഇത് നേരിട്ട് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ഫുഡ് ഡെലിവറി ആവുന്നു, കറക്റ്റ് സമയത്തിൽ ഫുഡ് ഡെലിവറി ആവുന്ന പ്രോബബിലിറ്റി പ്ലസ് ഫുഡ് ഡെലിവറി ആവാത്ത പ്രോബബിലിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? അത് എപ്പോഴും 1 ആയിരിക്കും അല്ലേ? ഉള്ളതും ഇല്ലാത്തതും എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡെലിവറി ആവേണ്ട ചോദിക്കണം നമ്മുടെ അടുത്ത്. അപ്പോൾ ഞാൻ എന്താ കണ്ടുപിടിക്കണം? ഡെലിവറി ആവുന്നില്ല എന്നുള്ളത് കണ്ടുപിടിക്കുക. ഡെലിവറി ആവുന്നത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ പ്രോബബിലിറ്റിയിൽ നിന്ന് ഡെലിവറി ആവാത്ത കേസ് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ആവുന്നതിൻ്റെ ഇത് തന്നു വെച്ചിട്ടുണ്ട്, ആവാത്തതിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാം. എ 0.6 ആണ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ 0.4 ആയിരിക്കും ഡെലിവറി ചെയ്യാത്തത് അല്ലേ? ടോട്ടൽ 1 ആണല്ലോ, 1ൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. 1 - 0.7 0.3 ആയിരിക്കും ബി ഡെലിവറി ചെയ്യാത്തത്, സി 0.1 ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, ഇതിൽ എന്തായിരിക്കും? ഈ 3 പേരും ഡെലിവറി കറക്റ്റ് സമയത്ത് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അതായത് 3 പേരും ചെയ്യരുത്. എയുടെ ചെയ്യാതിരിക്കുന്നത് 0.4 ഇൻറ്റു എന്തിനാണ് ഞാൻ ഇൻറ്റു എടുത്തത്? കാരണം 3 പേരും ചെയ്യരുത്, അത് കണ്ടീഷനാണ് എനിക്ക്. 3 പേരും ചെയ്യരുത്. അടുത്ത ആൾ ചെയ്യാതിരിക്കുന്നത് 0.3, അടുത്ത ആൾ ചെയ്യാതിരിക്കുന്നത് 1. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അതിൽ നിന്ന് 3 പേരും ചെയ്യാതിരിക്കുന്നത് മൈനസ് ചെയ്താൽ ആരെങ്കിലും ഒരാൾ കറക്റ്റ് സമയത്ത് ചെയ്യണത് കിട്ടും. അപ്പോൾ 1 - 3 × 4 12 ആണ്. 3 സ്ഥാനം മാറ്റി കുത്തിട്ടു, വിച്ച് ഈസ് ഈക്വൽ ടു 0.988. അപ്പോൾ എന്താ ചെയ്തത്? ഡയറക്റ്റായിട്ട് ഞാൻ ആരെങ്കിലും ഒരാൾ കറക്റ്റ് സമയത്ത് ഫുഡ് ചെയ്യണത് ഞാൻ കണ്ടുപിടിച്ചില്ല. ഞാൻ എന്ത് ചെയ്തു? ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണെന്നറിയാം, അതിൽ നിന്ന് 3 പേരും ചെയ്യാത്തത് അത് കണ്ടുപിടിച്ചിട്ട് മൈനസ് ചെയ്തു. അപ്പോൾ ആരെങ്കിലും ഒരാൾ കറക്റ്റ് സമയത്ത് ഫുഡ് ഡെലിവറി ചെയ്യുന്നത് കിട്ടും. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കേ. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 സ്വിമ്മേഴ്സ്, 2 പേരുണ്ട്, റോഹൻ ആൻഡ് മുകുൽ. 2 പേരും സ്വിമ്മിംഗ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഇൻ സ്റ്റഡി വാട്ടർ ആൻഡ് ബോത്ത് കവർ 100 meter ഡിസ്റ്റൻസ് ഇൻ 10 and 8 seconds റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് മുകുൽ ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് മോർ ദാൻ ദി സ്പീഡ് ഓഫ് ദി റോഹൻ. അപ്പം ഇത്രയേ ഉള്ളൂ. 100 meter ഡിസ്റ്റൻസ് നമുക്ക് അതൊന്നും വേണ്ട, ഡയറക്റ്റായിട്ട്. ഇവിടെ ഡിസ്റ്റൻസ് തുല്യമാണ്. 2 പേരും നീന്തണത് 100 മീറ്ററാണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. റോഹൻ ഈസ് ടു മുകുൽ. അവരുടെ ടൈമിൻ്റെ റേഷ്യോ എന്താ? റോഹൻ 10 സെക്കൻഡിൽ നീന്തി കിടക്കുമ്പം മറ്റേയാൾ 8 സെക്കൻഡിൽ ചെയ്യും. അതായത് ക്യാൻസൽ ചെയ്യുമ്പം 5:4 എന്ന് എനിക്ക് ടൈമിൻ്റെ റേഷ്യോ കിട്ടി. അങ്ങനെയാണെങ്കിൽ അവരുടെ സ്പീഡിൻ്റെ റേഷ്യോ 4:5 ആയിരിക്കും ഇല്ലേ? റെസിപ്രോക്കലാണ്. ഓക്കെ, അതെടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുകുലിൻ്റെ സ്പീഡ് ഇയാളെക്കാൾ എത്ര കൂടുതലാണ്? 1 കൂടുതലാണ്. അപ്പോൾ അതിനെ പെർസെൻറ്റേജിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? 1 കൂടുതലാണ്. ആരെ വെച്ച് കമ്പയർ ചെയ്യുമ്പം? റോഹനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇൻറ്റു 100, 25%. ഓക്കെ, ഓപ്ഷൻ ബി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കിക്കേ, എൻ്റെ കയ്യിലൊരു വലിയൊരു കോൺ ഉണ്ടായിരുന്നു. ആ കോണിൻ്റെ റേഡിയസ് 150 ആണ്. ആ കോണിൻ്റെ ഹൈറ്റ് എത്രയാണ്? 210 ആണ്. ഇതിനെ മെൽറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു വലിയ ക്യൂബോർഡ് ഉണ്ടാക്കി. ആ ക്യൂബോർഡിൻ്റെ ലെങ്ത്ത് 20 ആണ്, ഹൈറ്റ് 10 ആണ്. ബ്രെഡ്ത്ത് ഇവിടെ ഇങ്ങനെ ബ്രെഡ്ത്ത് ആണെന്ന് വിചാരിക്കുക, അത് 9 ആണ്.
ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ക്യൂബോയിഡ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വോളിയം തുല്യമായിരിക്കും എന്നുള്ള കൺസെപ്റ്റ് ഞാൻ എടുക്കണേ. 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ് കോണിൻ്റെ വോളിയം, LBH ആണ് ക്യൂബോയിഡിൻ്റെ വോളിയം. അത് രണ്ടും ഈക്വലാക്കുന്നു. 1/3 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് എത്രയാണ് 150. അപ്പോൾ 150 ഇൻറ്റു 150 ഇൻറ്റു 210 വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂബോയിഡിൻ്റെ വോളിയം LBH എന്ന് പറയുമ്പം 20 ഇൻറ്റു 10 ഇൻറ്റു 9 ഇൻറ്റു N. ഇത്രയും നമ്പർ ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ, ചെറിയ ചെറിയ ക്യൂബോയിഡാക്കി മാറ്റുക. അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ എന്താ ഇൻറ്റു N, ഇത്ര എണ്ണം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാം. 30 0യും 0യൊക്കെ പോട്ടെ, ഈ 0 പോട്ടെ. 9 9നെ 3 ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പോൾ ഒരു 3 പോയി, അടുത്ത 3 പോയി. ഓക്കെ, ഈ 2നെ ഇവിടെ ഞാൻ 11 വെച്ച് ക്യാൻസൽ ചെയ്തു. ഈ 3നെ ഞാനിവിടെ 50 വെച്ച് ക്യാൻസൽ ചെയ്തു. അപ്പോൾ എത്ര ഇനി ബാക്കിയുള്ളൂ? ഇപ്പുറത്താരുള്ളത് 11 ഇൻറ്റു 50 ഇൻറ്റു 5. ഇപ്പുറത്താരുള്ളത് ഒരു N അല്ല. അപ്പോൾ Nൻ്റെ വാല്യൂ കിട്ടിയാലോ, N ഇസ് ഈക്വൽ ടു 250 ഇൻറ്റു 11. 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എങ്ങനെയാണ്? 0 എഴുതി, 5 എഴുതി, 5 2 7 എഴുതി, 2 എഴുതി, 2750. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബോട്ടാൻ സ്ട്രീമിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഷിപ്പിന് 152 കിലോമീറ്റർ ഡൗൺ സ്ട്രീം സ്പീഡിൽ പോകാൻ 19 മണിക്കൂർ എടുക്കും. അതായത് 152 കിലോമീറ്റർ ഡൗൺ സ്ട്രീം സ്പീഡിൽ പോകാൻ 19 എടുക്കും. അതായത് ഇപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ ഡിസ്റ്റൻസ്, ഞാൻ D തന്നെ ഇട്ടാൽ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും. ക്യാപിറ്റൽ D എന്ന് എടുക്കുന്നു. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് വിച്ച് ഇസ് ഈക്വൽ ടു ടൈം. അതാണിപ്പോൾ ഞാൻ എഴുതി വെച്ചിരിക്കണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് എത്രയായിരിക്കും? 19 ഇൻറ്റു 8 ആണ് അല്ലേ. അപ്പോൾ 8 എന്ന് കിട്ടി. അടുത്ത് നോക്കിക്കേ, 95 കിലോമീറ്റർ അപ് സ്ട്രീമിൽ പോകാൻ വേണ്ടി ഇതേ സമയം എടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ് സ്ട്രീം സ്പീഡ് എത്രയായിരിക്കും? 95 ഡിവൈഡഡ് ബൈ 19, 5 ആയിരിക്കും ഡൗൺ സ്ട്രീം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതായിട്ടില്ല, ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ടില്ല. പക്ഷേ ഇത്രയേ ഉള്ളൂ സംഭവം. 78 കിലോമീറ്റർ ബോട്ടിന് പോകാൻ വേണ്ടി എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 78 കിലോമീറ്റർ ബോട്ട് സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും? അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് ആദ്യം കണ്ടുപിടിക്കാം. ബോട്ടിൻ്റെ സ്പീഡ് എന്താ? ഡൗൺ സ്ട്രീം അപ്പ് സ്ട്രീം വന്നിട്ടുണ്ട്. 8 + 5 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും അല്ലേ. 13/2 ആയിരിക്കും ബോട്ടിൻ്റെ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ 78 കിലോമീറ്റർ ഈ സ്പീഡിൽ പോകാൻ വേണ്ടി എടുക്കുന്ന സമയം, ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് 78 കിലോമീറ്റർ, സ്പീഡോ 13/2. ഓക്കെ, അപ്പോൾ എത്ര സമയം എടുക്കും? 12 hours എടുക്കും. ഓക്കെ, ഈ 8 + 5 എഴുതിയത് ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് എപ്പോഴും നോക്കിക്കേ, ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് B+S ആണ് അല്ലേ, ബോട്ട് പ്ലസ് സ്ട്രീമാണ്. അതേപോലെ തന്നെ അപ് സ്ട്രീം എന്ന് പറഞ്ഞാൽ B-S ആണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള 2 ക്വാണ്ടിറ്റി അറിയാമെങ്കിൽ ഫസ്റ്റത്തെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ വാല്യൂസ് നമ്മൾ കൂട്ടിയിട്ട് ബൈ 2 ചെയ്താൽ മതി. രണ്ടാമത്തെ വാല്യൂ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ എനിക്ക് സ്ട്രീമിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ അത് രണ്ടും കൂടി മൈനസ് ചെയ്തിട്ട് ബൈ 2 ചെയ്യും. 8 - 5/2 ചെയ്യുമായിരുന്നു. അപ്പം എത്ര എന്ന് വരും? 3/2 എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യൻ. Uday has 2 geometry boxes. One box contains 4 black pens and 2 blue pens. Another contains 3 black pens and 5 blue pens. If one pen is picked from each box, find the probability that both are black. 2 ജോമെട്രി ബോക്സ് ഉണ്ട് ഉദയുടെ കയ്യിൽ. ഒന്നിൽ 4 ബ്ലാക്കും 2 ബ്ലൂ പെന്നും ഉണ്ട്. അടുത്തതിൽ 3 ബ്ലാക്കും 5 ബ്ലൂ പെന്നും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? 2 ബോക്സിൽ നിന്നും ഓരോരോ പേന എടുക്കുന്നു. ആ 2 പേനയും ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റിയാണ്. രണ്ടും ബ്ലാക്ക് ആവണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കിക്കേ. അപ്പോൾ ആദ്യത്തേതിൽ എന്താ ഉള്ളത്? 4 ബ്ലാക്ക് 2 ബ്ലൂ, 2 ബ്ലൂ. അടുത്ത ബോക്സിൽ എന്താ ഉള്ളത്? 3 ബ്ലാക്ക് 5 ബ്ലൂ. അപ്പോൾ രണ്ടും ബ്ലാക്ക് ആവണം അല്ലേ. അപ്പോൾ ഒന്നാമത്തെ കേസിൽ എടുക്കുന്നത്, ഒന്നാമത്തെ ബോക്സിൽ നിന്ന് എടുക്കുമ്പോൾ ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി എന്താ? ബ്ലാക്ക് 4 എണ്ണം ഉണ്ട്. ടോട്ടൽ 4 6 പേനയുണ്ട്. 6 എണ്ണത്തിൽ 4 എണ്ണം ബ്ലാക്ക്. അപ്പോൾ അത് ഒന്നാമത്തേത്. ഇൻറ്റു, കാരണം എന്താ? ബോത്താണ് ചോദിച്ചിരിക്കുന്നത്, രണ്ടും ബ്ലാക്ക് ആവണം. അപ്പോൾ ഇൻറ്റു അടുത്ത കേസ്, അടുത്ത ബോക്സിൽ നിന്ന് ഞാൻ പേന എടുക്കുമ്പോൾ അത് ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി എന്താ? 3 ബ്ലാക്ക് ഉണ്ട് അവിടെ. ടോട്ടൽ എത്രയിൽ? 5 3 8. ഇത് സോൾവ് ചെയ്ത് നമ്മുടെ ആൻസറായി 2 2 1/4. സി എളുപ്പല്ലേ? അടുത്ത നോക്കിക്കേ. px² + 9 - qx = 0 is a perfect square. Then find the relation between p and q. അപ്പം അറിയേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ആ സമവാക്യം, ആ ഒരു ഇക്വേഷനിൽ അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് 0 ആയിരിക്കും. എന്താണ് ഡിസ്ക്രിമിനൻ്റ്?
ബി സ്ക്വയർ മൈനസ് 4ac 0 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതിനൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുമ്പം പി എക്സ് സ്ക്വയർ മൈനസ് ക്യൂ എക്സ് പ്ലസ് 9 = 0. ഇതിൽ എയും ബിയും സി എന്താ? എ സമം പി, ബി സമം മൈനസ് ക്യൂ, സി സമം 9. ബി സ്ക്വയർ മൈനസ് 4ac 0 ആക്കി കൂടെ? ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് ക്യൂവിൻ്റെ സ്ക്വയർ ക്യൂ സ്ക്വയർ തന്നെ വരും. മൈനസ് 4 ഇൻറ്റു എ എന്താ? പി ആണ്. സി എന്താ? 9 ആണ്. 0. അതായത് ക്യൂ സ്ക്വയർ സമം എത്രയാ? 4 × 9 36. 36 പി. ക്യൂ സ്ക്വയർ സമം 36 ബി. ഓപ്ഷൻ ബി. കണ്ടോ? അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയറുകളാണെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് ആയിട്ടുള്ള ബി സ്ക്വയർ മൈനസ് 4ac 0 ആയിരിക്കും. അതും അറിഞ്ഞിരിക്കുക. അടുത്ത ദിവസം നോക്കിക്കേ. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ആംഗിളിൻ്റെ റേഷ്യോ 5:6:7 ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആണ്? അപ്പം 3 കോണും കൂടി കൂട്ടിയാൽ 150. 6, 5, 11, 7, 18 യൂണിറ്റ് 180നോട് തുല്യമാണെങ്കിൽ 1 യൂണിറ്റ് 10 ഡിഗ്രിയോട് തുല്യം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എന്തൊക്കെയാണ്? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 50, 60, 70. ഇത് ഏത് ടൈപ്പ് ട്രയാങ്കിളാണ്? അക്യൂട്ട് അല്ലേ? നോക്കിക്കേ. ഐസോസെലസ് ആണോ? ഒരേപോലത്തെ ആംഗിൾ ഉണ്ടോ? ഇല്ല. ഇക്വിലാറ്ററൽ ആണോ? അല്ല. മൂന്നും തുല്യമല്ല. ഒബ്റ്റ്യൂസ് ആണോ? 90 ഡിഗ്രിക്ക് മുകളിലുള്ള ഏതെങ്കിലും ഒരു ആംഗിൾ ഉണ്ടോ? ഇല്ല. അപ്പം അത് അക്യൂട്ട്. അടുത്ത ദിവസം നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? കറക്റ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കണം. കോസ് സ്ക്വയർ 2θ പ്ലസ് സൈൻ സ്ക്വയർ 2θ 2. കൊസിക് സ്ക്വയറും കോട്ട് സ്ക്വയറും നമുക്കറിയാം. കൊസിക് സ്ക്വയറും കോട്ട് സ്ക്വയറിൻ്റെയും ഫോർമുല എന്താ? കൊസിക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ 1 എന്നാണ് അല്ലേ? ഇവിടെ നേരെ തിരിഞ്ഞാ വന്നേക്കണം. അപ്പോൾ ഇതല്ല, ഇതുമല്ല. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതുമല്ല. അടുത്തത് നോക്കുക. വെറുതെ വാല്യൂ ഇട്ട് കൊടുക്കുക. 3 × സൈൻ 30 1/2 മൈനസ് 4 × സൈൻ ക്യൂബ് 30. സൈൻ 30 1/2 ആണെങ്കിൽ ക്യൂബ് എടുക്കുമ്പോൾ 1/8. എന്ത് വരും? 3/2 മൈനസ് 4 8 ക്യാൻസൽ ആകുമ്പോൾ 2 അല്ലേ? 1/2. 1.5 അര പോയാൽ 1. അപ്പം അത് കിട്ടി. LHS RHS ഈക്വലായി അല്ലേ? കറക്റ്റാണ്. വാല്യൂ ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ. ആംഗിൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക, എന്നിട്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. അടുത്തത് നോക്കിക്കേ. വളരെ സിമ്പിൾ. പേന പേപ്പർ ഒന്നും വേണ്ട. ജസ്റ്റ് മനക്കണക്കായിട്ട് ചെയ്യുക, പോവുക. അങ്ങനത്തെ ക്വസ്റ്റ്യനാണ് ഇതൊക്കെ. 2 നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ തന്നിട്ടുണ്ട്. ഇനി ആ നമ്പറിൽ ഡെസിമൽ ഇട്ട് കൊടുത്തിരിക്കുക. നമുക്ക് എത്ര സ്ഥാനം മാറ്റി കുത്തിടണം നോക്കിക്കേ. ഇവിടെ 3 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. അപ്പോൾ ടോട്ടൽ ആൻസറിൽ 5 പ്ലേസ് മാറി കുത്തിടണം. ഇതാണ് ആൻസർ. ആൻസറിൻ്റെ 5 പ്ലേസ് പറയുമ്പോൾ 1, 2, 3, 4, 5. അതായത് 4.5 അങ്ങനെ വരും ആൻസർ. 4 പോയിൻറ്റ് സംതിങ്. കണ്ടാ? സി. ഇത്രയേ ഉള്ളൂ. സി. അടുത്ത് നോക്കിക്കേ. A shopkeeper offers a cash discount of 85 rupees first and then 2 successive discounts of 10% and 2% on the mark price of a fan. If the mark price of the fan is 1285, then what is the selling price? അതായത് ഒരു ഫാനിൻ്റെ മാർക്കറ്റ് പ്രൈസ് 1285 ആണ്. ആര് വന്ന് വാങ്ങിയാലും 85 രൂപ അയാൾ ഡിസ്കൗണ്ട് കൊടുക്കും. പിന്നെന്താ? അതിന് ശേഷം അയാൾ അത് കുറഞ്ഞു കഴിഞ്ഞ് കിട്ടുന്ന പൈസയിൽ ആദ്യം ഒരു 10% കൊടുക്കും, പിന്നെ ഒരു 2% കൂടി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയ്ക്കാണ് അത് വിൽക്കണേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം 1285 85 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ 1200 രൂപയായി. ഇനി ഈ 1200 രൂപയിലാണ് അയാൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കൗണ്ട് കൊടുക്കാൻ പോണത്. 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 1/10 ആണ് അല്ലേ? 10 രൂപയാണെങ്കിൽ ഒരു തവണ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് 9 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നുണ്ടാവുക. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 9/10 ഇൻറ്റു 100 യൂണിറ്റാണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ 2 യൂണിറ്റാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ 98/100 ആയിരിക്കും അതിൻ്റെ സെല്ലിംഗ് പ്രൈസ്. ഇത് ചെയ്ത് നമ്മുടെ ആൻസറായി. 108 ഇൻറ്റു 98 / 10 എന്ന് വരും. ഇത് ചെയ്ത് നോക്കുക. 9800 പ്ലസ് 98 × 8 ചെയ്യുക. 98 × 8 8 64 72 6 784/10. അതായത് എത്ര എന്ന് വരും? 4 8 8 7 15 7 8/10. അതായത് 858.4. അയ്യോ, തെറ്റി എവിടെയെങ്കിലും ചിലപ്പോൾ മേ ബി കാൽക്കുലേഷൻ തെറ്റിയിട്ടുണ്ടാവും. നോക്കുക. 1058.4 വരും. 1058.4 വരും. ഇവിടെയോ ഞാൻ ചെയ്ത് തെറ്റിയിട്ടുണ്ട്. ഇത് 9 ആണ്. ഞാൻ 7 എന്ന് എടുത്തു. 9800 പ്ലസ് 7844 8 8 7 15 9 1 10. അപ്പോൾ എന്ത് വന്നു? 1058.4. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ഇത് നമുക്കറിയാം. ഒരു സെറ്റ് ഓഫ് ഡാറ്റ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ എന്ത് ഓപ്പറേഷൻ ചെയ്താലും, ഇപ്പോൾ ഇതിൻ്റെ മീന്
ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. ഇതിൻ്റെ ആവറേജ് എ ആണെന്ന് വിചാരിക്കുക. ഈ എല്ലാ ഒബ്സർവേഷൻ്റെയും കൂടെ ഞാനൊരു +2 ചെയ്തു വിചാരിക്കുക. അപ്പോൾ എൻ്റെ ആവറേജ് എന്തായിരിക്കും? പുതുതായി കിട്ടുന്ന ആവറേജ് അത് പഴയ ആവറേജ് +2 ആയിരിക്കും. ഇനി അല്ല, ഈ ഒബ്സർവേഷനിൻ്റെ കൂടെ ഞാൻ എല്ലാത്തിനെയും -2 ചെയ്തു വിചാരിക്കുക. എല്ലാത്തിനെയും ഞാൻ -2 ചെയ്താൽ പുതുതായിട്ട് കിട്ടുന്ന ആവറേജ് എന്തായിരിക്കും? ആദ്യം കിട്ടിയ ആവറേജിൻ്റെ -2 ആയിരിക്കും. എല്ലാത്തിനെയും ഞാൻ × 2 ചെയ്തു വിചാരിക്കുക. അപ്പോൾ എനിക്ക് പുതുതായിട്ട് കിട്ടുന്ന ആവറേജ് എന്തായിരിക്കും? പഴയ ആവറേജ് × 2 ആയിരിക്കും. എല്ലാത്തിനെയും ÷ 2 ചെയ്തു വിചാരിക്കും. അപ്പോഴും എനിക്ക് കിട്ടുന്ന പുതിയ ആവറേജ് എന്തായിരിക്കും? ആദ്യത്തെ ആവറേജ് ÷ 2 ആയിരിക്കും. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. ഓരോ ഒബ്സർവേഷനെയും 4.5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ മീൻ എന്തായിരിക്കും? അതും ÷ 4.5 ആയി മാറും അല്ലേ? ഓപ്ഷൻ ബി. ഇറ്റ് ഈസ് ഓൾസോ ÷ 4.5. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്ക്വയറുകളുടെ സമ്മാണ് 18ൻ്റെ സ്ക്വയർ തൊട്ടിട്ട് 36ൻ്റെ സ്ക്വയർ വരെയുള്ള എല്ലാത്തിൻ്റെയും സമ്മ് ചോദിക്കുന്നു. നേരിട്ട് ചെയ്യാൻ ഇത് നമുക്ക് നേരിട്ട് നമുക്ക് ഇക്വേഷൻ ഒന്നുമില്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം. എന്താണ്? 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളുടെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. എന്താ അത്? n × n+1 × 2n+1/6 അല്ലേ? ഇതാണ് 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളുടെ സമ്മ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് 18 മുതൽ 36 വരെ മതി. അത് ചെയ്യാൻ എന്ത് ചെയ്യുക? ആദ്യം 1 മുതൽ 36 വരെയുള്ളതിൻ്റെ സ്ക്വയറുകളുടെ സമ്മ് നിങ്ങൾ എടുക്കുക. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? 1 മുതൽ 17 വരെയുള്ളതിൻ്റെ മൈനസ് ചെയ്യുക. ശരിയല്ലേ? 1 മുതൽ 36 വരെയുള്ളതിൻ്റെ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് 17 വരെയുള്ളത് മൈനസ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി 18 മുതൽ 36 വരെയുള്ളത് കിട്ടി അല്ലേ? അപ്പോൾ അതിൻ്റെ ഞാൻ ചെയ്യാൻ പോണേ. ആദ്യം ഞാൻ 1 മുതൽ 36 വരെയുള്ളതെന്ന് പറയുമ്പോൾ എന്ത് വരും? എന്നിൻ്റെ അവിടെ 36 + 1 37 × 36 × 2 72 1 73/6. ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 17 വരെയുള്ളതിൻ്റെ മൈനസ് ചെയ്യണം. അപ്പോൾ 17 × 18 × 35/6. ഇത് കുറച്ച് കാൽക്കുലേറ്റീവാണ്. ഇത് ചെയ്യണം. 6 ഇത് 3 എന്തെന്ന് വരും? 37 × 6 × 73. ഒറ്റയടിക്ക് നിങ്ങൾ ചെയ്യുക. 16,206 വരും. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പെട്ടെന്ന് പറയണേ. നിങ്ങളത് ചെയ്തു നോക്കുക. മൈനസ് ഇവിടെ എന്ത് വരും? 17 × 3 51 × 35 എന്ന് പറയുമ്പം 1785 എന്ന് വരും. അതായത് ആൻസർ 14,421. 14,421 ഓപ്ഷൻ ബി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. നിങ്ങളോട് ഇടയിൽ വെച്ചിട്ടുള്ള ഏത് ചെയ്താലും നിങ്ങൾ തന്നാലും അയ്യോ ഇതിൻ്റെ ഫോർമുല എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കേണ്ട. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം. 1 മുതൽ ഇത്ര നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ്. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് ആ തൊട്ട് 18 എന്നാണ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ളത് ഏതാ? 17 വരെയുള്ളത് അങ്ങോട്ട് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി അല്ലേ? അടുത്തത് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് the angle of depression of the top and bottom of a tower are 30 degree and 45 degree respectively. If the height of the building is y meter and the height of the tower is x meter, then find x is to y. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു ടവർ ഉണ്ട്. ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ടവറിൻ്റെ മുകളിലേക്കും താഴേക്കും നോക്കിയപ്പോൾ ഉള്ള ഡിപ്രഷനാണ് 30 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി. ഡയഗ്രം നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ടാകും. ഇതാണ് എൻ്റെ ബിൽഡിംഗ്, ഇതാണ് എൻ്റെ ടവർ. ടവറിനെ എന്താ ഞാൻ ചെറുതാക്കി വരച്ചത്? കാരണം അവർ പറയുന്നുണ്ട് കറക്റ്റായിട്ട് ഇത് ഗ്രൗണ്ടാണ്. കറക്റ്റായിട്ട് അവർ പറയുന്നുണ്ട് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കണ്ട ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ദ ടവർ. അപ്പോൾ ഉണ്ടായ ഡിപ്രഷനാണ് അവർ തന്നിരിക്കുന്നത്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പോൾ ഇതായിരിക്കും, ബിൽഡിംഗ് ആയിരിക്കും വലുത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ടവറിൻ്റെ മുകളിലേക്കും ടവറിൻ്റെ താഴത്തേക്കും നോക്കിയപ്പോൾ ഉള്ള ഡിപ്രഷൻ. അപ്പോൾ ആദ്യം ടോപ്പിലേക്ക് നോക്കിയപ്പോൾ ഉള്ള ഡിപ്രഷൻ എത്രയാണ്? 30 ഡിഗ്രി അല്ലേ? റെസ്പെക്റ്റീവ്ലി എന്നാണ് 30 ഡിഗ്രി. താഴത്തേക്ക് നോക്കിയപ്പോൾ ഉള്ളത് 45 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ നമുക്ക് എഴുതാം. ഇത് 30 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 60 ആയിരിക്കും. ഇത് 90 ആണ്. ഇത് 45 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? അതും 45 ആയിരിക്കും അല്ലേ? എക്സ് ഈസ് ടു വൈ കണ്ടുപിടിക്കണം. എന്താണ് എക്സ്, എന്താണ് വൈ? എക്സ് എന്ന് പറയുന്നത് എന്താ? ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്, ഈ മൊത്തം ഹൈറ്റാണ് വൈ. അതേപോലെ ഇതിൻ്റെ ഈ ഹൈറ്റാണ് എക്സ്. ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഇതും എക്സ് തന്നെ ആയിരിക്കും അല്ലേ? ജസ്റ്റ് എഴുതി വെച്ചു. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, നമുക്ക് അറിയുന്ന എന്തെങ്കിലും വാല്യൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കത് ചെയ്യാൻ തുടങ്ങും. എങ്ങനെ ചെയ്യുന്നത് നോക്കിക്കേ. എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് 45 ഡിഗ്രി, ഈ 45 90 ട്രയാങ്കിളിലേക്ക് നോക്ക് നിങ്ങൾ. ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ വശം വൈ മീറ്ററാണ്, വൈ ആണ്. അല്ലാണെങ്കിൽ ഈ 45ക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന ഇത് എന്തായിരിക്കും? ഇതും വൈ ആയിരിക്കും, ഇതും വൈ ആയിരിക്കും. ഇത് വൈ ആണെങ്കിൽ ഇതും വൈ ആയിരിക്കില്ലേ? ഇത് ഇവിടെ നിന്ന് ഇവിടം വരെ ആയിരിക്കും.
അപ്പോൾ ഇനി ആ 30, 60, 90 ട്രയാങ്കിളിലേക്ക് നോക്ക്. അതിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്നതാണ് വൈ. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം എന്തായിരിക്കും? അത് y/√3 ആയിരിക്കും. അത് y/√3 ആയിരിക്കും. ഏത്? ഈ കിടക്കുന്ന വശം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെയുള്ള വശം, അതായത് ഇപ്പുറത്തെ സൈഡിൽ പറയാനാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെയുള്ള വശം, ഇത് ഇത്രയും നീളം. അതിനെങ്ങനെ പറയാം? ഈ ടോട്ടൽ ഹൈറ്റ് y ആണ് അല്ലേ? ഇത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത് എത്രയാ? അത് y ആണ്. y മൈനസ് മുകളിൽ നിന്ന് ഇവിടം വരെയുള്ളത് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി, അപ്പോൾ താഴത്ത് കിട്ടും അല്ലേ? അതെത്രയാ? അത് ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ചു, y/√3 ആണ്. ഓക്കെ, ഇനി നമുക്ക് x/y എഴുതാം. x/y എഴുതുന്ന സമയത്ത് എക്സിൻ്റെ അവിടെ ഞാൻ എന്ത് എഴുതും? ഈ y മൈനസ് y/√3 എന്ന് എഴുതും. അപ്പോൾ x/y is equal to y മൈനസ് y/√3 y. വൈനെ കോമൺ ആക്കിയാൽ ക്യാൻസൽ ചെയ്യുക. വൈനെ കോമൺ ആക്കുമ്പോൾ എന്തെന്ന് വരും? 1 മൈനസ് 1/√3 y എന്ന് വരും. വൈയും പോയി 1 മൈനസ് 1/√3 ക്യാൻസൽ ആക്കുമ്പോൾ √3 മൈനസ് 1/√3 എന്നാവും. അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ √3 തന്നെ ആവും. പക്ഷേ √3 തന്നെ ആവും. അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും നിങ്ങൾ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? √3 × √3 3 മൈനസ് √3 × 1 √3 ഈസ് ടു √3 × √3 3. ഇത് എവിടെയെങ്കിലും ഉണ്ടോ നോക്ക്. 3 മൈനസ് √3 ഈസ് ടു 3. ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ അത്? നോക്കുക, അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ കോഡ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഫോർമുല വെച്ചിട്ട് ചെയ്യാനുള്ളതാണ്. PO 19 സെൻറ്റിമീറ്റർ എന്ന് എനിക്ക് തന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ എന്താ സംഭവം? PQ അതുപോലെ RS എന്ന് പറയുന്ന രണ്ട് കോർഡാണ് രണ്ടുപേരും ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട് O എന്ന് പറയുന്ന പോയിന്റിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോർമുല ആദ്യം എഴുതി വയ്ക്കാം. ഫോർമുല എന്താണ്? PO × OQ എന്തിനോട് തുല്യം? OR × OSനോട് തുല്യം അല്ലേ? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ്, എവിടെ നിന്ന് ഇവിടം വരെ? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത് ഇൻറ്റു ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത്, അതെന്തിനോട് തുല്യം? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത് ഇൻറ്റു ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത്. അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യൂസ് തന്നിരിക്കണമെന്നൊക്കെ എഴുതാം. PO തന്നിട്ടുണ്ട് 90 × OQ 16 വിച്ച് ഈസ് ഈക്വൽ ടു RO അല്ലെങ്കിൽ OR തന്നിട്ടുണ്ട് 38 ഇൻറ്റു OS ആണ് കണ്ടുപിടിക്കേണ്ടത്. OS എന്തെന്ന് വരും? 38ഉം 19ഉം 2 വെച്ച് ക്യാൻസലായി, 2ഉം 16ഉം 8 വെച്ച് ക്യാൻസൽ, 8 സെൻറ്റിമീറ്റർ. ഇത് ഒരു എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട തിയറമാണ്. ഇത് എപ്പോഴും റിപ്പീറ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ, എല്ലാ എക്സാമിലും വരും ഇത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒലിവ് ബോർഡ് ജനുവരി 2 മുതൽ 4 വരെ നടന്ന മോക്ക് എക്സാമിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. മാത്സിൻ്റെ 30 ക്വസ്റ്റ്യൻ ആണ്. നമുക്കിപ്പോൾ ഏകദേശം ഒരു ലെവൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു, ഈസി ടു മോഡറേറ്റ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ മോക്ക് എടുത്തവരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ടോട്ടൽ കിട്ടിയ സ്കോർ എന്നുള്ളത് പറയുക. അപ്പോൾ സജഷൻസ് പറയുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.